അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൊരല്പം കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് സൂഫി പോയിന്റിൽ എന്ന് പറയുന്നത്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക. പിന്നെ വീണ്ടും നിങ്ങളിലേക്ക് അത് എത്താനും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി വെക്കുക. ഇൻഷാ അല്ലാഹ് ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ ഉൾഭാഗത്ത് നിന്നിട്ടാണ് ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ പുറന്തള്ളുന്നത്. ആലമുൽ അർവാഹിന്ന് പുറപ്പെട്ട് ആലമുൽ അർഹാമിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് ആലമുൽ ദുനിയാവിലേക്ക് എത്തിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആദ്യ ലോകത്തേക്ക് ആലമുൽ അർവാഹ് എന്നൊരു ചോദ്യം ചോദിച്ച് നമ്മളോട് അലസ്തു ബി റബ്ബിക്കും വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചപ്പോൾ റൂഹ് ആത്മാക്കൾ പറഞ്ഞ് അതെ ഈ തന്നെയാണ് ഞങ്ങളെ റബ്ബ് എന്ന് പറഞ്ഞ് എല്ലാ ആത്മാക്കളും പറഞ്ഞ് ഇപ്പം പല വിഭാഗങ്ങളിലുള്ള എല്ലാ ആളുകളും അന്ന് ഉത്തരം നൽകി. എന്നിട്ട് ഒരു ഉപ്പയും ഉമ്മയും കാരണക്കാരായി അവരിലേക്ക് ഒരു റൂഹിനെടുത്തിട്ട് 4-ാം മാസത്തിലേക്ക് അവരിലേക്ക് റൂഹിനെ അങ്ങോട്ട് വിട്ട് ചേർത്ത് വെച്ച്, എന്നിട്ട് അതിനൊരു ഐഡൻറ്റിറ്റി ഇട്ട് ഒരു പേര്, ആ പേര് ഇട്ട് അവിടുന്ന് ഗർഭാശയ ലോകത്തിലേക്കെത്തി. അവിടുന്ന് ഒരു 9 മാസം പോലും അവിടെ നിന്ന്, എന്നിട്ട് വീണ്ടും ഗർഭാശയ ലോകത്തിൽ നിന്ന് ഇനി വരാനുണ്ടൊരു ലോകം, നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും നിങ്ങൾക്ക് നേടാൻ കഴിയുന്നൊരു ലോകം എന്ന് പറഞ്ഞ് അത് നമുക്കൊരു സംശയമായിരുന്നു. ഗർഭാശയ ലോകത്ത് നിന്ന് വരും സംഗതികൾ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്കറിയാം എന്നൊരു ഉണർത്തലോട് കൂടിയിട്ട് വീണ്ടും ആലമുൽ ദുനിയാവിലേക്ക് എത്തി. എന്താ കാണുന്നത്, എന്താണ് ഭൂമിയിൽ നമുക്ക്, എന്താണ് ഈ ലോകത്ത് നമുക്ക് ആവശ്യമുള്ളത്, അത് കിട്ടുന്നൊരു ലോകത്താണ് ഞാനും നിങ്ങളൊക്കെ എല്ലാവരും ഉള്ളത്. എന്താണ് ഇവിടെ കിട്ടാൻ, എന്താണ് വേണ്ടത് എന്നുള്ള ഒരു വിരലിൽ തുമ്പുകൊണ്ട് ലോകം മുഴുവൻ കാണാനുള്ളൊരു അവസ്ഥയിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഇനി വീണ്ടും പറയാണ് നെക്സ്റ്റ് ലോകം ആലമുൽ ബർസഖ്, ഖബർ ജീവിതം വരാനുണ്ട്. അവിടെ പലതും സഹിക്കേണ്ടി വരും. നല്ല രീതിയിലാണെങ്കിൽ നല്ലത് അവിടുന്ന് കിട്ടും, ചീത്ത രീതിയിലാണെങ്കിൽ ചീത്ത ആളുകൾക്കുള്ളത് അവിടെ കിട്ടും എന്ന് പറയുമ്പോൾ അതിലും സംശയമാണ് ചില ആളുകൾക്ക്. വീണ്ടും ഉണർവ് നിങ്ങൾക്ക് വരും സംഗതികൾ നിങ്ങൾക്ക് വന്നാൽ അനുഭവപ്പെടും എന്നുള്ളത്. അതിൽ ചില ആളുകൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ്, ചില ആളുകൾ വെയിറ്റിംഗ് ആണ്. നമ്മളൊക്കെ ഏതാ സമയം എന്നറിയില്ല. എന്നാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അവിടേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊരുക്കി വെച്ച് എന്നുള്ളത്. എൻ്റെ പേരിൽ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ പേര് എന്തിനാ, ശരീരത്തിനാണോ അതോ റൂഹിനാണോ എൻ്റെ പേരിട്ടത് എന്ന് നോക്കാനുണ്ട് ശരിക്ക്. എൻ്റെ പേര് എന്തിനാട്ടത്, എൻ്റെ ശരീരത്തിനാണോ? അല്ല, എൻ്റെ ശരീരത്തിൻ്റെ പേരെന്താ, മയ്യത്ത് എന്നാണ്. അപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ പേരെവിടെ പോയത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചില കാര്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടൂല, എന്നാലോ ഉത്തരം കിട്ടുകയും ചെയ്യും. ആ ഉത്തരം കിട്ടുന്നതിലേക്ക് നമ്മൾ അന്വേഷിക്കുന്നില്ല എന്നതാണ് വാസ്തവം. തൊട്ടിലിൽ മുതൽ കട്ടിലിൽ വരെ എന്നാണ് ചൊല്ല്. തൊട്ടിൽ മുതൽ കട്ടിൽ വരെ. അപ്പം നമ്മൾ ശരിക്കൊരു അന്വേഷിയാവണം. ശരിക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി നമ്മളെത്തണം. പൊതുകാര്യങ്ങളിലുള്ള ഇൽമുകൾ മാത്രമല്ല നമുക്ക് വേണ്ടത്, രഹസ്യമായിട്ട്, അതായത് ഒരു കടലിൻ്റെ താഴെ ഭാഗത്തിലേക്ക് അടിക്കടിയിലേക്ക് പോകുമ്പോൾ ആ താഴെ ഭാഗത്താണ് മാധുര്യമുള്ളത്, അവിടെയാണ് ലോകമുള്ളത് എന്നതുപോലെ ജീവിതത്തിൻ്റെ ആയങ്ങളിലേക്ക് നമ്മൾ പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് മാധുര്യമുള്ളത് എല്ലാത്തിലുണ്ട്. അപ്പോൾ നിസ്കാരം, നോമ്പ് അതൊക്കെ നമുക്കൊരു ആനന്ദമായിട്ട് മാറും. അത് ആനന്ദം കൊണ്ട്, ആ പുളകം കൊണ്ട് ജീവിച്ച ആളുകളാണ് ആര്,
നമ്മുടെ മുൻ കഴിഞ്ഞു പോയ മഹാത്മാക്കൾ, അതായത് അമ്പിയാക്കൾ, ഔലിയാക്കൾ, മശായിഖന്മാർ, ഇവരൊക്കെ അതിൽ പുളകം കൊണ്ട് ആനന്ദം കൊണ്ട് നടന്ന ആളുകളാണ്. അവർക്ക് ഇരിക്കുന്ന സ്ഥലം മതിയാവുന്നില്ല. അവരിങ്ങനെ തേടി തേടി പോയിട്ട് പല ഒറ്റയ്ക്കിരുന്നിട്ട് ഒരു ഒറ്റയാനായിട്ട് ഇരുന്ന് ചൊല്ലാൻ പറ്റിയ ഇടങ്ങൾ അവർ തന്നെ സ്വയം കണ്ടെത്തി അവിടെ ചെന്ന് ഇരുന്ന് അവർ അള്ളാഹുവിലേക്ക് അങ്ങനെ 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 അടുത്ത് അവർ പോയി. അപ്പം ഞാൻ നിൽക്കുന്ന പാത ഏതാണെന്നുള്ളത് നമ്മൾ ശരിക്കൊന്ന് അന്വേഷിക്കാനുണ്ട്. നമ്മുടെയൊക്കെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമ്മളൊന്ന് പഠനം നടത്തുക. ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, ഞാൻ എന്നോട് തന്നെ, എനിക്ക് ഞാനാവുക എൻ്റെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ. മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിച്ച് നടക്കാതെ ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് തന്നെ ഒന്ന് നടത്തുക, ഞാൻ എത്ര യോഗ്യനാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കുറവുകൾ എത്രയാണ്, നമ്മുടെ കുറ്റങ്ങൾ. മറ്റുള്ളവ ചില ആളുകൾ എന്തേലും കേസിലും കാര്യത്തിലും കുടുങ്ങിയ ആളുകളുണ്ടാവും. ആ കുടുങ്ങിയമേൽ നമ്മൾ വീണ്ടും അയാളെ കൊടുക്കുകയാണ്. അയാൾ ചിലപ്പോൾ അറിയാത്ത കാര്യത്തിനാവും, ചിലപ്പോൾ നമ്മുടെ വാക്കുകൊണ്ടാവും ചിലപ്പോൾ അയാൾ കൂടുതൽ കുടുങ്ങുക. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. നമ്മൾ മാറി നിന്നിട്ട് ഞാൻ എന്നെ തന്നെ നന്നാക്കാൻ നോക്കുക എന്നൊരു കാര്യം. ഇൻഷാ അല്ലാഹ് കാര്യങ്ങളിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെല്ലാൻ നാം കൂടുതലും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം അറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.